ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വീഡിയോ അല്ലെങ്കിൽ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ അങ്ങോട്ട് ആ മാസം മൊത്തത്തിൽ ഒരു 10 എനർജി പോർട്ടൽ പ്ലസ് നമ്മുടെ സോളാർ എക്ലിപ്സും കൂടെ കടന്നു വരുന്നത് കൊണ്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അറ്റൻഷൻ കൊടുക്കുക, അവെയർ ആവുക. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഏപ്രിൽ മാസം നമുക്ക് സൂര്യഗ്രഹണമുണ്ട്. അതിൻ്റെ കൂടെ 10 എനർജി പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. നമ്മളുടെ ഒരു ഭാഗ്യമെന്ന് പറയട്ടെ, വളരെ ശക്തമായ 10 എനർജി പോർട്ടലാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കേട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യാതെ, കൺഫ്യൂഷനൊന്നും ആവാതെ, സ്കെയർഡ് ആവാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഈ മാസം മുഴുവനും എൻ്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇത് കാണുന്ന എല്ലാവരും കൃത്യമായും ഈ മാസം മൊത്തവും രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ചക്ര ആക്ടിവേഷൻ ഒന്നും ചെയ്യാൻ സമയമില്ലെങ്കിൽ നമുക്ക് ഒരു 30 മിനിറ്റ് നിങ്ങളെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ കാമായിട്ട്, വളരെ പീസ്ഫുള്ളായിട്ട് ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ ഒന്ന് കടന്നു പോവുക. അപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണെന്നും നമ്മൾ ആരാണെന്നും ഒക്കെയുള്ളൊരു ബോധ്യവും വരുമ്പോൾ പുറത്തു നിന്ന് ഇതുപോലത്തെ എനർജി പോർട്ടലിൻ്റെ വൻ ശക്തികൾ, ഡാർക്ക് എനർജി, നെഗറ്റീവ് എനർജിയൊക്കെ കയറി വരുമ്പോൾ നമുക്കതിന് തടയിട്ടുകൊണ്ട് എങ്ങനെ പെരുമാറണം, എങ്ങനെ അതിനെതിരെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായിട്ടുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു വചനം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ മാസം മുഴുവനും നിങ്ങൾ കൃത്യമായിട്ടും മെഡിറ്റേഷൻ ചെയ്യണം. വളരെ കാമായിട്ട്, വളരെ ഗ്രൗണ്ടഡ് ആയിട്ട്, എനർജിയെ വളരെ ഡ്രെയിൻ ചെയ്യാതെ വളരെ ന്യൂട്രലായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഹെവി എനർജീസാണ് കയറി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഒരു 4 മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു 6 മാസം മുമ്പൊക്കെ നിങ്ങൾ ആരെങ്കിലുമായിട്ട് വാഗ്വാദം ഉണ്ടായി, അല്ലെങ്കിൽ തല്ലും വഴക്കുമൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ വളരെ അതിമോശമായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആയി പോയ വ്യക്തി, അങ്ങനെ സാഹചര്യങ്ങൾ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തുന്ന ഒരു സമയമാണ്. അങ്ങനെ എന്തെങ്കിലും എത്തും എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എത്തുമെന്നല്ല, അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇമോഷണലി വളരെ അങ്ങ് ഡ്രെയിൻ ആയിക്കൊണ്ട് ആ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു ഓഫ് പൊസിഷനിലാവാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ താഴ്ത്തി വെച്ചുകൊണ്ട് ഇൻ്റലിജൻസിനെ കൂട്ടുക. ഒരു കാര്യം പറയട്ടെ, ഈ ഹെവി എനർജി പോർട്ടൽ എല്ലാം ഓപ്പൺ ആവുമ്പോൾ അവിടെ ഈശ്വരന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് ഇതെല്ലാം അറിയാം. അപ്പോൾ ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇതെല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്ത് തരുന്നതാണ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഒരു പ്രശ്നം, ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ ഹൗ യു ആർ പെർഫോമിങ്. കാരണം ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ അഭിനയിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്ത് ആ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്ത് ടാക്ടിക്സ് അപ്ലൈ ചെയ്ത് അവിടെ വിജയശ്രീ ലാളിതൻ അല്ലെങ്കിൽ ഒരു വിജയിയെ പോലെ, ഒരു യോദ്ധാവിനെ പോലെ നടന്ന് മുന്നേക്ക് പോകുന്നതെന്ന് യൂണിവേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഏപ്രിൽ മാസം എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നോ അതിന് പൂർണ്ണ മനസ്സോടെ, പവർഫുള്ളായി, പോസിറ്റീവായി, വളരെ ശക്തിയേറി ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഓരോ വിത്ത് പാകുമ്പോൾ ഏപ്രിൽ മാസം അങ്ങോട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഫലങ്ങളാണ് നിങ്ങൾക്ക് അടുത്തടുത്ത മാസത്തിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനൊന്ന് ഗ്രൗണ്ട് ചെയ്തിരുന്ന് വളരെ കാമായി, വളരെ ന്യൂട്രലായി ഇരുന്നുകൊണ്ട് നമ്മളതിനെ, പ്രശ്നത്തിനെ അതിജീവിച്ച് വളരെ സന്തോഷമായി മുന്നോട്ട് നീങ്ങാനുള്ള മനസ്സിൻ്റെ ആ ഒരു ശക്തി കൂട്ടുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ ഭയത്തിനെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തോട്ട് പ്രോസസ്സിങ്ങിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യം, വാർത്ത എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ
അന്താളിച്ച് നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ അച്ഛനമ്മമാർ എല്ലാം നിങ്ങളോട് കൈ ചൂണ്ടിക്കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ വന്നാൽ നമ്മൾ ആകെ അങ്ങ് ഇമോഷണലി ഉഴലാതെ എന്താണ് ഇതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ നിന്ന് എഴുതി വളരെ കാമായിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ട് ഒന്നും മിണ്ടാതെ കുറച്ച് നേരം മാറിയിരിക്കുക. അങ്ങനെ 1-2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ സൂര്യഗ്രഹണം അല്ലെങ്കിൽ മറ്റ് എനർജി പോർട്ടലെല്ലാം ഓപ്പൺ ആകുമ്പോൾ അവിടെയും ഈ ഗ്രഹങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അവിടെ ഒരു മറ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ന്യൂ മൂൺ ഒക്കെ വരുമ്പോൾ ആ ഗ്രഹത്തിനെ തന്നെ അങ്ങ് മറച്ചു കളയുന്ന രീതിയിൽ ഒരു പ്രഭാവം അവിടെ ഉണ്ടാവുന്നത് പോലെ നിങ്ങളുടെ മുന്നിലും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ ആകെ ഒരു ആശയക്കുഴപ്പത്തിൽ സങ്കടം വരുന്നോ ദേഷ്യം വരുന്നോ എന്തെന്ന് അറിയാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം വരികയും അതിന് നമ്മൾ കുറച്ച് കാമായിട്ട് ഒന്നും അങ്ങനെ പ്രവർത്തിക്കാതെ അങ്ങിരിക്കുന്ന സമയത്ത് 1-2 ദിവസം കഴിഞ്ഞ് ഈ ഗ്രഹങ്ങളുടെ ഇതിൽ നിന്ന് ഗ്രഹണ സമയമായതുകൊണ്ട് ഈ ഗ്രഹത്തിൻ്റെ മറവ് മാറുന്നത് പോലെ നിങ്ങളുടെ മുന്നിലും 3 ദിവസം മുമ്പ് നടന്ന കാര്യത്തിൻ്റെ ക്ലാരിറ്റി എന്താണ് അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമായി വരും. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ എനർജിയെ വളരെ ഡ്രെയിൻ ചെയ്ത് വലിയ ശബ്ദമെടുത്ത് അവിടെ ഒരു സിനേറിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാതെ വളരെ മൗനമായിട്ട് വളരെ സൈലൻ്റായിട്ട് വളരെ സമാധാനമായിട്ട് ആ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർസ് ആൻഡ് ഏരീസ് ഒരുമിച്ച് വരുന്ന ഒരു സമയമാണ്. മാർസ് അല്ലെങ്കിൽ ചൊവ്വാഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ ആ ഗ്രഹത്തിൻ്റെ ഒരു പ്രഭാവം കൊണ്ട് ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വളരെ ആങ്കർ അല്ലെങ്കിൽ അരഗൻ നേച്ചറിൽ ആക്ഷൻ എടുക്കുക എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഏരീസ് എന്ന് പറയുന്ന ഒരു ഫയർ സൈനാണ്. രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സാധ്യത ഒരു സാഹചര്യം എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ വെറുതെ നോക്കിയിരിക്കാതെ വളരെ പോസിറ്റീവായി വളരെ പവർഫുള്ളായി ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് എന്താണ് അവിടെ റൈറ്റ് ഡിസിഷൻ റൈറ്റ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തുക. ഒരു ചുവട് മുന്നേക്ക് വയ്ക്കുമ്പോൾ 10,000-കണക്കിന് ഹെൽപ്പിംഗ് ഹാൻഡ്സ് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങനെ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക. പിന്നെ ഒരു സിറ്റുവേഷൻ വരും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ക്വസ്റ്റ്യനബിൾ അല്ലെങ്കിൽ വളരെ ജഡ്ജ്മെൻ്റലായിട്ട് നിങ്ങളെ വട്ടം ചുറ്റിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ ഓപ്പർച്യൂണിറ്റിയോ ആളുകളോ ടോക്സിക് ആയിട്ടുള്ള ആ ഒരു എനർജിയോ ഒക്കെ കയറി വന്ന് നിങ്ങളെ ഒന്ന് ക്വസ്റ്റ്യനബിൾ ആക്കുന്ന ഒരു രീതിയൊക്കെ വന്നാൽ നമ്മൾ നെഗറ്റീവായിട്ട് അതിനെ ചിന്തിച്ച് അല്ലെങ്കിൽ ക്വസ്റ്റ്യനബിളായി അല്ലെങ്കിൽ ഓവർ തിങ്ക് ഒക്കെ ചെയ്ത് നമ്മളിൽ തന്നെ ആ ഒരു നെഗറ്റീവ് എനർജിയെ മാനിഫെസ്റ്റ് ചെയ്യാതെ നമ്മൾ വളരെ കൂളായിട്ട് വളരെ കാമായിട്ട് ഇതിനെല്ലാം ഹാൻഡിൽ ചെയ്യണം. അത് കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഏപ്രിൽ മാസം അങ്ങോട്ട് കടന്ന് മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളോട് പെരുമാറി നമ്മളുടെ സത്യത്തിൻ്റെ മുന്നിൽ നിലകൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചോ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അടുത്തടുത്ത മാസത്തിൽ നമുക്ക് കിട്ടും. പിന്നെ പണം സമ്പത്ത് അബണ്ടൻസ് ഇതെല്ലാം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ കൂടി ചെയ്യുക. ഇവിടെ പൊതുവേ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെവി എനർജീസ് കയറി വരുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളൊരു ടവർ മൊമെൻ്റ് ഒന്ന് നമ്മളുടെ ആ ഒരു ഫൗണ്ടേഷനിലൊന്ന് ഷെയ്ക്ക് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടായതുകൊണ്ട് പ്ലീസ് 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 പേ അറ്റൻഷൻ, അതിനൊന്ന് അവെയർ ആവുക. എല്ലാം കയറി വരും എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് രാവിലെ മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ ജേർണലിങ് ചെയ്യുക. എൻ്റെ അടുത്ത് നേരത്തെ 2-3 സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചൊരു കാര്യമാണ് മൂൺ എനർജി ആ ഒരു ന്യൂ മൂൺ ഫുൾ മൂൺ പോർട്ടലൊക്കെ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഇമോഷണലി വല്ലാത്ത ബുദ്ധിമുട്ടുകളാണ്. പല പല കാര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ അവരുടെ മുന്നിലേക്ക് വന്ന് എനർജി ഡ്രെയിൻ ചെയ്ത് പോകുന്നു. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജേർണലിങ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് അതിനോട് ഈശ്വരനാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും എല്ലാം തുറന്ന് പറയുക. മറ്റുള്ളവർ കേൾക്കുമോ, വീട്ടിലുള്ളവർ കേൾക്കുമോ, ബാക്കിയുള്ളവർ വഴക്ക് പറയുമോ, പിന്നെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കരുത്.
നമ്മളുടെ മനസ്സിലെ പ്രശ്നങ്ങൾ നമ്മൾ തുറന്ന് ഈശ്വരനാണെന്ന് കരുതി ആ ഒരു മെഴുകുതിരി അതിനെ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മളുടെ ഹാർട്ട് സ്പേസ് അത്രയും വേക്കൻ്റ് ആവും. അങ്ങനെ നമുക്ക് മനസ്സിന് വലിയ സന്തോഷം കിട്ടും, സമാധാനം കിട്ടും, ഇമോഷണലി വളരെ പവർഫുൾ ആവാനായിട്ട് അത് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമോഷണൽ മാനിപ്പുലേഷൻസ് മറ്റുള്ളവർ നമ്മളിലേക്ക് ഈ സമയത്ത് ഈ എനർജി പോർട്ടൽ ഓപ്പൺ ആകുമ്പം നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ മെൻ്റലി വളരെ സ്ട്രോങ് ആയിക്കൊണ്ട് നമ്മൾ ഇതിനെയെല്ലാം തട്ടിത്തരപ്പെടമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ശക്തിയാണ് ഈശ്വരൻ അവിടെ തരുന്നത്. അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എഴുതുക, ഒന്ന് വായിക്കുക, യൂണിവേഴ്സിന് ആത്മസമർപ്പണം ചെയ്യുന്നത് പോലെ അത് മുഴുവനും കത്തിച്ച് കളയുക. ഈ പറയുന്ന ഈ മൂണിൻ്റെ ആ ഒരു ഫേസ് വരുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ വൈകിട്ട് നമ്മളുടെ പൂജാമുറി അല്ലെങ്കിൽ ഏത് മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈശ്വരനോട് നേരിട്ട് നമ്മൾ പറയുക. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ ഹാർട്ട് സ്പേസ് വളരെ വേക്കൻ്റാക്കി എല്ലാം അവിടെ ഈശ്വരന് ആത്മസമർപ്പണം ചെയ്യുന്നത് പോലെ പറഞ്ഞ് നമ്മളുടെ മനസ്സിൻ്റെ ആ ഭാരത്തിനെ ഒഴിവാക്കുമ്പോൾ നമുക്കത്രയും മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി, സ്പിരിച്വലി നമ്മൾ വളരെ ഗ്രൗണ്ടഡ് ആവും, വളരെ ബാലൻസ്ഡ് ആവും, വളരെ സ്റ്റേബിൾ ആവും. പിന്നെ പഴയ പാസ്റ്റിലുള്ള കാര്യത്തിനെക്കുറിച്ചൊന്നും ഓർക്കാൻ പാടില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ കണ്ണു തുറന്ന് കാണാനും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും ഇതും അങ്ങ് കടന്നു പോകും എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ വളരെ പവർഫുള്ളാക്കി, വളരെ പോസിറ്റീവാക്കി വയ്ക്കുക. അപ്പോൾ ഈ കാര്യം മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.